നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കേവർക്കും സുപരിചിതവും ഒരു ഉദ്യാന സസ്യവുമായ ചെണ്ടുമല്ലിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ സ്ഥൂല പുഷ്പ അല്ലെങ്കിൽ ഗണ്ഡൂവ് പുഷ്പ എന്നെല്ലാം പറയുന്നു. ആസ്ട്രേസി കുടുംബാംഗമായ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ടാഗറ്റ്സ് ഇറക്റ്റ എന്നതാണ്. ഇംഗ്ലീഷിൽ ഇത് മാരിഗോൾഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ മനോഹരമായ പുഷ്പങ്ങളുള്ളതും രൂക്ഷഗന്ധമുള്ള ഇലകളുമുള്ള ഒരു പൂച്ചെടിയാണിത്. പൂന്തോട്ടങ്ങളിൽ അലങ്കാര സസ്യമായി നട്ടുവളർത്തുന്നു. ഏകദേശം 1 തൊട്ട് 3 അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ചെണ്ടുമല്ലി ഒറ്റയ്ക്കോ കൂട്ടമായോ വളരാറുണ്ട്. 2 വശത്തേക്കും വളരുന്ന ഇലകളാണ് ഇവയ്ക്കുള്ളത്. വിത്തുമൂലമാണ് ഇതിൻ്റെ വംശവർദ്ധനം നടത്തുന്നത്. മെക്സിക്കോ ആണ് ഇതിൻ്റെ ജന്മദേശം. ചെണ്ടുമല്ലി, ജണ്ടുമല്ലി, ചെട്ടിപ്പൂവ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യം കൂടിയാണിത്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധത്തിനായി ഉപയോഗിക്കാറുണ്ട്. മധ്യകാലഘട്ടങ്ങളിൽ കുങ്കുമത്തിന് പകരമായും തുണികൾക്ക് നിറം കൊടുക്കുന്നതിനും ഇത് ഉപയോഗിച്ചു വന്നിരുന്നു. ചർമ്മരോഗങ്ങൾ, ദഹനക്കേട്, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. പൂവിൽ നിന്നെടുക്കുന്ന സത്ത് നല്ലൊരു അണുനാശിനി കൂടിയാണ്. അത് കൂടുതലായും നേത്രരോഗങ്ങൾക്കും അർശസ സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് ഉപയോഗിച്ചു വരുന്നു. വേരിന് വിരകളെ നശിപ്പിക്കാനുള്ള ശക്തി കൂടിയുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ ചെണ്ടുമല്ലിക്ക് വേറൊരു പേരുണ്ട്, ചെട്ടിച്ചിപ്പൂവ് എന്ന് പറയും. അത് പണ്ട് ഈ ആന്ധ്രയിലൊക്കെ ആൾക്കാർ ഈ കല ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ തലയിൽ ചൂടുന്നതാണ്. അതിൻ്റെ കാറ്റടിച്ചാൽ പോലും നല്ല ഗുണമുണ്ടെന്നാണ് പറയാം. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഈ ചെണ്ടുമല്ലിപ്പൂ മുഴുവൻ എടുത്തിട്ട് ഈ വെണ്ണയിൽ ചാലിച്ചിട്ട് ഈ അർശസിന് അല്ലെങ്കിൽ മൂലക്കുരുവിന് പുറമേ പരട്ടാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ചുരുങ്ങും. പിന്നെ അത് തന്നെ ഈ ചെണ്ടുമല്ലിയുടെ വേര് അത് മൂലെടുത്തിട്ട് അല്ലെങ്കിൽ വേരെടുത്തിട്ട് കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിരശല്യം മാറും. പിന്നെ അതിൻ്റെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ ഈ മൂലക്കുരുവിന് അകത്തേക്കും കൊടുക്കാം. പിന്നെ ഈ കാസശ്വാസം, ബ്രോങ്കൈറ്റിസ് വന്ന രോഗമുണ്ട്. ഈ ലങ്സിൽ കഫം കെട്ടി ചുമയ്ക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഈ ഇല എടുത്തിട്ട് വാട്ടി പിഴിഞ്ഞിട്ട് ലേശം നീരെടുത്തിട്ട് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചുമ അപ്പം നിൽക്കും.